മമ്മൂട്ടി വേർഷൻ 2 കേൾക്കാൻ തന്നെ ഒരു പുതുമയുണ്ടല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി എന്ന മഹാനടന് ഒരു സെക്കൻഡ് വേർഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നിങ്ങളിൽ എത്ര പേര് അത് അംഗീകരിച്ചു തരും? ഇക്കാര്യത്തെക്കുറിച്ച് മമ്മൂട്ടി ഫാൻസിനോട് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അവർ പറയാൻ സാധ്യതയുള്ളത് മമ്മൂട്ടി സിനിമയിലെ ഒരു ഡയലോഗ് തന്നെയായിരിക്കും. അതായത് നമുക്കങ്ങനെ പഴയ മമ്മൂട്ടി പുതിയ മമ്മൂട്ടി ഒന്നുണ്ടോ, നമുക്ക് ആകെ ഒരു മമ്മൂക്കയല്ലേ ഉള്ളൂ. മിക്കവാറും ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പറയുക. പക്ഷേ കഴിഞ്ഞ 4.5 ദശാബ്ദത്തോളമായിട്ട് ലോക മലയാളികളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടി എന്ന മഹാനടന് ഒരു സെക്കൻഡ് വേർഷൻ ഉണ്ട് എന്നുള്ള കാര്യത്തിന് ഒരുപാട് തെളിവുകളുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഈ വീഡിയോയിൽ ഉടനീളം പറയുന്നതായിരിക്കും. അപ്പോൾ മമ്മൂട്ടി എന്ന അഭിനയ സാമ്രാട്ടിനെ പറ്റി എത്ര തന്നെ വാഴ്ത്തിയാലും മതിയാവില്ല. മമ്മൂട്ടിയെ പറ്റി ഞാൻ ഒരുപാട് വീഡിയോസ് എൻ്റെ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വീഡിയോസ് എല്ലാം ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. മമ്മൂട്ടി എന്ന പേരിലുള്ള ഒരു പ്ലേലിസ്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഐ ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ അവിടെ പോയിട്ട് അത് കാണുക. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മമ്മൂട്ടി എന്ന നടൻ്റെ അഭിനയ പാഠത്തെ പറ്റിയാണ്. അദ്ദേഹം അനുനിമിഷം ഓരോ ദിവസവും പുതുതായിട്ടുള്ള അപ്ഡേറ്റുകൾ തൻ്റെ അഭിനയ ശൈലിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇന്ത്യയിൽ തന്നെ ഇതുപോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു നടൻ വേറെ ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം അത്രയ്ക്ക് അദ്ദേഹം ഇൻവോൾവ്ഡ് ആവുന്നുണ്ട് പുതുതായിട്ട് ഒരു കഥാപാത്രത്തെ ആവിഷ്കരിക്കാൻ എന്നുള്ളതാണ്. അദ്ദേഹം അനുദിനം അഭിനയത്തെ പറ്റിയിട്ട് ഓരോരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും അത് തൻ്റെ കഥാപാത്ര ആവിഷ്കാരത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ പല ഇൻ്റർവ്യൂവിലും അദ്ദേഹം പറയാറുണ്ട് അദ്ദേഹം അഭിനയം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും അത് വിനയത്തിൻ്റെ ഭാഷയിൽ മാത്രമല്ല, അതിൽ ഒരു വാസ്തവം തന്നെയുണ്ട്. കാരണം മമ്മൂട്ടി എന്ന നടൻ അഭിനയം പഠിക്കുന്ന ഒരു ഗവേഷണ വിദ്യാർത്ഥിയെ പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പണ്ട് നമ്മൾ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള മമ്മൂട്ടിയുടെ ഒരു അഭിനയ ശൈലിയല്ല ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ എന്താ പറയുക, ഏതെങ്കിലും ഒരു സിനിമയുടെ സീക്വൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ CBI ഡയറക്ടർ ഗ്രൂപ്പ് 1989 തോന്നുന്നു CBI ഡയറക്ടർ ഗ്രൂപ്പ് റിലീസായിട്ടുള്ളത്. അതിൻ്റെ ശേഷം അതിൻ്റെ സീക്വൽ വന്നു, ജാഗ്രത വന്നു, നേരെ അറിയാൻ CBI, സേതുരാമയ്യർ CBI, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സീക്വലുകൾ പല കാലഘട്ടങ്ങളിലായിട്ട് വന്നു. ഏറ്റവും ഒടുവിൽ CBI 5 ദ ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള CBI സീരീസിൻ്റെ 5ാമത്തെ സീക്വൽ നമ്മൾ കണ്ടു. അപ്പം ഈ ഒരു 5 സീക്വൽസിലും നമുക്ക് സേതുരാമയ്യർ എന്ന കഥാപാത്രത്തിന് മമ്മൂട്ടി നൽകിയിട്ടുള്ള ആവിഷ്കാരത്തിലുള്ള വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പ്രത്യേകിച്ച് CBI 5 നമ്മൾ കണ്ടിട്ടുള്ള സേതുരാമയ്യർ എന്ന കഥാപാത്രത്തിന് ഒരുപാട് അപ്ഡേഷൻ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള സേതുരാമയ്യരെ പോലെ അല്ല CBI 5 സേതുരാമയ്യർ എന്നാണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ, അതായത് മമ്മൂട്ടി എന്ന അഭിനേതാവിന് ഒരു വേർഷൻ 2 ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിശ്വസിക്കാൻ സാധിക്കും. ഇനിയും നിങ്ങൾക്ക് വിശ്വാസം വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ 2020 ശേഷം റിലീസായുള്ള സിനിമകളെ ഒന്ന് അനലൈസ് ചെയ്യേണ്ടി വരും. അതായത് നമുക്കറിയാം 2020 കോവിഡും ലോക്ക്ഡൗണും ഒക്കെ ആയിട്ട് നമ്മളെല്ലാവരും വീട്ടിലായിരുന്നു, വർക്ക് ഫ്രം ഹോമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മമ്മൂട്ടിയിലെ അഭിനയ വിദ്യാർത്ഥി അദ്ദേഹം ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുള്ളത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം അഭിനയ കലയെപ്പറ്റി മാത്രമല്ല, എങ്ങനെ താൻ ഇനി ചെയ്യാൻ പോകുന്ന കഥാപാത്രങ്ങളിൽ പുതുമ കൊണ്ടുവരാമെന്ന് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹോംവർക്ക് ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും ചലനത്തിലും അതുപോലെ തന്നെ പോസ്റ്ററിലും ജസ്റ്ററിലും ബോഡി ലാംഗ്വേജിലും ഡയലോഗ് ഡെലിവറിയിലും എല്ലാം അതിനുശേഷം ഒരുപാട് വ്യത്യാസങ്ങൾ, ഒരുപാട് പ്രിസൈസ് ആയിട്ടുള്ള വളരെയധികം പെർഫെക്ഷൻ കൊണ്ടുവരാൻ പറ്റുന്ന, നമ്മൾ അന്നേ വരെ കാണാത്ത പല ഭാവങ്ങളും ചലനങ്ങളും പല രീതിയിലുള്ള ഡയലോഗ് ഡെലിവറിയൊക്കെ നമുക്ക് 2020 ശേഷം റിലീസായുള്ള പല സിനിമകളിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ലോക്ക്ഡൗണിന് ശേഷം മമ്മൂട്ടിയുടേതായിട്ട് ആദ്യമായിട്ട് റിലീസായിട്ടുള്ള ഒരു സിനിമ ദ പ്രീസ്റ്റ് ആണ്. അപ്പോൾ ആ ഒരു സിനിമയിൽ മമ്മൂട്ടിയുടെ രൂപത്തിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലും ഡയലോഗ് ഡെലിവറിയിലൊക്കെ നമുക്ക് ആ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. പിന്നീട് OTT വഴി റിലീസായുള്ള പുഴു എന്ന സിനിമ, മമ്മൂട്ടി എന്ന ഒരു സൂപ്പർ താരം അതുപോലെയുള്ള വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡായിട്ടുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ തയ്യാറാകുമോ എന്ന് തന്നെ നമ്മൾ സംശയിച്ചു പോയി. പക്ഷേ അദ്ദേഹം ആ ഒരു കഥാപാത്രത്തെ സ്വീകരിക്കുകയും അതിനെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുകയും ഒരുപാട് പ്രശംസകൾ പിടിച്ചു പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. നമുക്കറിയാം കോവിഡിന് ശേഷം തിയേറ്ററുകളെ ഇളക്കി മറിച്ച ഒരു സിനിമയാണ് ഭീഷ്മപർവം. അതിൽ മൈക്കിളപ്പനായി വന്ന് മമ്മൂട്ടി അന്നേ വരെ നമ്മൾ കാണാത്ത പല രീതിയിലുള്ള ആക്ഷൻ സീക്വൻസുകളും നമ്മളെ കാണിച്ചു തന്നു. അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയിലാണെങ്കിലും ശരി, അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ് ഭീഷ്മപർവം എന്നുള്ള സിനിമ. അതുപോലെ തന്നെ നമ്മളധികം ത്രില്ലടിപ്പിച്ച, നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു കഥാപാത്രമായിരുന്നു ലൂക്ക് ആൻ്റണി. അതായത് റോഷാക്ക് എന്ന സിനിമയിലെ ലൂക്ക് ആൻ്റണി പ്രേതങ്ങളോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ റിവഞ്ചുമായിട്ട് നടക്കുന്ന വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കഥാപാത്രത്തെ അദ്ദേഹം
അദ്ദേഹം ആ ഒരു കഥാപാത്രത്തെ ചെയ്യാൻ കാണിച്ച ആ മനസ്സിനെ നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടിയിരുന്നു. കാരണം അത്രയ്ക്ക് നെഗറ്റീവ് അല്ലെങ്കിൽ ഇത്രയ്ക്ക് ഗ്രേ ഷെയ്ഡഡ് ആയിട്ടുള്ള ഈ ഒരു കഥാപാത്രത്തെ മലയാള സിനിമയുടെ സൂപ്പർ താരം ചെയ്തു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്തുള്ള നൻപകൽ നേരത്ത് മയക്കും എന്ന സിനിമയിൽ ഒരേ കഥാപാത്രത്തിൻ്റെ 2 വ്യത്യസ്തമായിട്ടുള്ള തലങ്ങൾ അദ്ദേഹം വളരെ നാച്ചുറലായിട്ട് നമ്മൾക്ക് എന്താ പറയുക ഒരു വിസ്മയമായി പോകുന്ന രീതിയിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിൽ വളരെയധികം ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയിൽ ഇത്രയും പ്രായമുള്ള ഒരാളാണ് അത് ചെയ്യുന്നതെന്ന് തോന്നാത്ത രീതിയിൽ അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് അദ്ദേഹം കണ്ണൂർ സ്ക്വാഡിൽ അഭിനയിച്ചു. പിന്നീട് അദ്ദേഹം ഇന്ത്യയിൽ തന്നെ ഏറെ ചർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് അഭിനേതാക്കളെല്ലാം വാഴ്ത്തിയ ഒരു കഥാപാത്രത്തെ അദ്ദേഹം ചെയ്തു കാതൽ ദിക്കോർ എന്ന സിനിമയിൽ. കാതൽ ദിക്കോർ എന്ന സിനിമയിലെ ആ ഒരു കഥാപാത്രത്തെ ചെയ്യാൻ മമ്മൂട്ടി അല്ലാതെ മറ്റൊരു നടനും ഇന്ത്യയിലില്ല എന്ന് തന്നെ പലരും പറയുന്ന രീതിയിൽ അതിനെ അത്രയ്ക്ക് അനശ്വരമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ അതിനുശേഷം റിലീസായുള്ള ഭ്രമയുഗം അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു. അതിൽ അദ്ദേഹം എന്താ പറയുക അന്നേ വരെ നമ്മൾ കാണാത്ത ഒരുപാട് ഭാവങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അട്ടഹാസങ്ങൾ, മലയാളികൾ ഇന്നേ വരെ കാണാത്ത മമ്മൂട്ടിയുടെ ചില അട്ടഹാസങ്ങളൊക്കെ നമുക്കതിൽ കണ്ട് എന്താ പറയുക ഭയപ്പെടുകയോ അല്ലെങ്കിൽ നമ്മളെ ഞെട്ടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഭ്രമയുഗത്തിൽ. ഒരുപാട് പരിശ്രമങ്ങളും ഒരുപാട് പരീക്ഷണങ്ങളും നടത്തി അതിൽ വിജയം കണ്ടിട്ടുള്ള ഒരു സെൽഫ് മെയ്ഡ് ആക്ടറാണ് നമ്മുടെ മമ്മൂട്ടി എന്ന് നമുക്ക് 100% ആയിട്ട് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെയൊക്കെ പ്രിയങ്കരനായുള്ള മമ്മൂക്ക സെപ്റ്റംബർ 7-ന് 73-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വ്യത്യസ്തവും വൈവിധ്യവുമായിട്ടുള്ള കഥാപാത്രങ്ങളെ ഇനിയും കണ്ട് വിസ്മയിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ ഇനിയും കാണാനുള്ള സൗഭാഗ്യം ലോക മലയാളികൾക്ക് ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മമ്മൂട്ടിയെ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോസ് ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾ മമ്മൂട്ടിയെ സംബന്ധിച്ചുള്ള എല്ലാ വീഡിയോസും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അവിടെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫർമേറ്റീവ് ആൻഡ് എൻ്റർടൈനിംഗ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് ജുബൈർ സൈനിങ് ഓഫ്.